സ്പോർട്ട് ലൈവിനെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. പീഡനാരോപണത്തിൽ സിനിമാ മേഖലയെ സംശയിച്ച നിവിൻ പോളി ബലാത്സംഗ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് എഡിജിപിക്ക് നിവിൻ പോളി പരാതി നൽകി. സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കമാണോ എന്ന് സംശയമുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു. രേവതി, ബീന പോൾ, രമാ കല്ലിങ്കൽ, ദീദി ദാമോദരൻ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിലെ SIT അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. മൊഴി നൽകിയ സ്ത്രീകളുടെ പേരുകൾ ഒരു തരത്തിലും പുറത്തുപോകരുതെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം WCC അറിയിച്ചു. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഏറ്റവും പ്രധാനമായി ആദ്യം നമുക്ക് നിവിൻ പോളിയുടെ വിഷയം പരിശോധിക്കുകയാണെങ്കിൽ, നിവിൻ പോളി പറയുന്നു സിനിമാ മേഖലയിൽ തന്നെയാണ് തനിക്ക് ശത്രുക്കളുള്ളത്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെയായിരിക്കും ഈ ഒരു ആരോപണത്തിന്, ഈ ബലാത്സംഗ പരാതിക്ക് പിന്നിലുള്ളവർ പ്രവർത്തിച്ചത് എന്ന് നിവിൻ പോളി പറയുന്നു. അതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് അദ്ദേഹം പരാതി നൽകിയത്. എന്തൊക്കെയാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്? ഈ സിനിമാ മേഖലയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ സംശയം നീളാനുള്ള കാരണം എന്തെങ്കിലും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ടോ? ഈ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട പീഡന പരാതി ഉയർന്ന പശ്ചാത്തലം മുതൽ ഈ ആരോപണം ഉന്നയിച്ച യുവതി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ തീയതി, അതോടൊപ്പം ഈ സംഭവ സ്ഥലം ഉണ്ടായ, അതായത് നേരിട്ട പീഡനം അല്ലെങ്കിൽ നേരിട്ട മർദ്ദനം, ഇതുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ രീതിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു ആദ്യഘട്ടം മുതലുണ്ടായത്. പിന്നീട് ഈ തീയതി മാറിപ്പോയതാണെന്ന വിശദീകരണവുമായി അവർ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഉപദ്രവിച്ചുവെന്ന് ആദ്യം പറയുന്നു, പിന്നീട് ലൈംഗികമായി നടന്ന അതിക്രമം അത് തന്നെയാണ് ഉപദ്രവം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് എന്ന വിശദീകരണവുമായി അവർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം. അതിനിടയിലാണ് നിവിൻ പോളിക്ക് പിന്തുണയുമായി വിനീത് ശ്രീനിവാസൻ എത്തുന്നത്. സ്വാഭാവികമായി പിന്നീടത് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദമാക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നിവിൻ പോളി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേശന് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈമാറുന്നത് നേരിട്ട് തന്നെ. അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരു ഗൂഢാലോചനയാണ്, ഒരു കോൺസ്പിറസിയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ. അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തണമെന്ന് നമുക്കറിയാം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന വിവാദങ്ങളിൽ നടന്മാർക്കിടയിൽ തന്നെ രണ്ട് ചേരികളുണ്ടായിരുന്നു. അതിൽ പ്രമുഖ നടന്മാരുടെ ഒരു നിര, അതിന് താഴെ യുവ നടന്മാരുടെ രണ്ടാം നിരയിൽ മുഖ്യസ്ഥാനത്തുണ്ടായിരുന്നയാളാണ്, നായകന്മാരിൽ മുഖ്യസ്ഥാനത്തുണ്ടായിരുന്നയാളാണ് നിവിൻ പോളി. സ്വാഭാവികമായി ആദ്യ നിരയ്ക്കെതിരെ മുഴുവൻ ആരോപണങ്ങൾ ഉയരുകയും സ്വാഭാവികമായി ചലച്ചിത്ര മേഖല തന്നെ പ്രതിസന്ധിയിലാകുകയും അനിശ്ചിതത്വം നേരിടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് നിവിൻ പോളിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ആരോപണം വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തണമെന്നും സിനിമാ മേഖലയിൽ തന്നെ ഉൾപ്പെട്ടവരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് വ്യക്തമായി നിവിൻ പോളി പരാതിയിൽ ഊന്നി പറയുന്നുണ്ട്. സ്വാഭാവികമായി അത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമായി മാറും. അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം വൈകാതെ തന്നെ നിവിൻ പോളി നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചേക്കുമെന്നാണ് സൂചന. ADGP H വെങ്കടേഷ് ഇതുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ G സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറും. സ്വാഭാവികമായി അവർ ആദ്യഘട്ടം എന്നവണ്ണം നിവിൻ പോളിയിൽ നിന്നുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തും, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. തുടർന്ന് ശാസ്ത്രീയമായ തെളിവുകളടക്കം, ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നിവിനെതിരെ ഇങ്ങനെ പരാതി ഉയരാനുണ്ടായ സാഹചര്യം എന്താണ്, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ രഹസ്യ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ, ഗൂഢാലോചനകളുണ്ടോ, ഈ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത കൈവരികയുള്ളൂ. തീർച്ചയായും. ഇതാണ് ഒരു കാര്യം കൂടി. ഇന്ന് പ്രധാനമായും WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ വെച്ചത്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉറപ്പ്? ഒപ്പം ഒരു കാര്യം കൂടി, ഈ SIT അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് അംഗങ്ങൾ WCC പറയുന്നു. എന്താണ് അതിനുള്ള കാരണം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബംഗാളി നടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് യുവനടി അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. ആദ്യഘട്ടത്തിൽ സമ്മർദ്ദമേറിയതിന് പിന്നാലെ രഞ്ജിത്ത് സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതരാകുന്നു.
അത് സ്വാഭാവികമായി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ മേലും സമ്മർദ്ദമേറ്റു. അങ്ങനെ രണ്ടുപേരും സ്ഥാനം രാജിവെക്കുന്നു. തൊട്ടു പിന്നാലെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട് അമ്മയുടെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന 17 പേരും രാജിവെച്ചോടിയുന്ന സാഹചര്യം. സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ചലച്ചിത്ര രംഗം തന്നെ മാറുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ നോക്കിൽ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിൽ അങ്ങനെ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. സംസ്ഥാനത്തെ തന്നെ മുതിർന്ന കുറ്റാന്വേഷണ മികവ് തെളിയിച്ച വനിതാ IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം DIG പൂങ്കുഴലി, അതോടൊപ്പം തന്നെ അജിത ബീഗം ഉൾപ്പെടെയുള്ള വനിതാ ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്ന ഒരു സംഘത്തെ രൂപീകരിക്കുന്നു. അവർ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നത്. അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ M മുകേഷിനെതിരെ ഉയർന്ന പരാതിയിൽ അവരുടെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്താനോ തുടർ നീക്കങ്ങൾ സുതാര്യമായിട്ട് നടപ്പാക്കാനോ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യമുണ്ട്. അതിന് പരിഹാരം കാണണമെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ യുവനടി തന്നെ പരാതിക്കാരി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കണ്ടതാണ്. അതിനിടയിലാണ് WCC അംഗങ്ങൾ മുഖ്യമന്ത്രി എന്ന് നേരിൽ കണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക ഇതുമായി സഹകരിക്കാൻ പലരും തയ്യാറാകാതിരിക്കുന്നതിന്റെ കാരണം, അല്ലെങ്കിൽ രേഖാമൂലം മൊഴി നൽകാനോ ഈ പരാതി പോലീസിന് കൈമാറാനോ കഴിയാതിരിക്കുന്നതിന്റെ സാഹചര്യം, അവരുമായി ബന്ധപ്പെട്ട സ്വകാര്യത ഹനിക്കപ്പെടും, അവർ കൂടി സമൂഹ മധ്യത്തിൽ വലിച്ചിഴക്കപ്പെടും, വലിച്ചു കീറുന്ന സാഹചര്യമുണ്ടാകും. അത് സൈബർ ഇടങ്ങളിലടക്കം വലിയ അധിക്ഷേപങ്ങൾക്ക് വഴിവെക്കും. അങ്ങനെ വേട്ടയാടലുകൾ ഭയന്നാണ് അവരിങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാകാതെ പിൻവാങ്ങുന്നത്. അതിന് പരിഹാരം കാണാൻ, അതായത് മൊഴി നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആശങ്കയാണ് പ്രധാനമായും മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ WCC അംഗങ്ങൾ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ശരി.